എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ തുർക്കിയുടെ മറ്റൊരു സ്ഥലത്താണുള്ളത്. നമ്മൾ ഒരു കിടിലൻ വില്ലേജ് ഇന്ന് കാണാൻ വേണ്ടി പോവാണ്. ഗൈസ് നോക്കൂ, ഇന്നത്തെ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഓർത്തഡോക്സ് മൊണാസ്ട്രിക്ക് ഇന്നല്ല നാളെയാണ് നമ്മൾ പോകുന്നത്. അതൊരു കിടിലൻ വ്യൂ ആണ്. അത് നമുക്ക് ഡ്രോൺ ഷോട്ടും കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റിയെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല ഡ്രോൺ ഷോട്ട് എടുക്കുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് കാലാവസ്ഥ അനുകൂലമായിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ഏകദേശം നല്ലത്. യെസ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ ഇട്ട് ഈ ഷെല്ലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഈ കാണുന്ന പുള്ളിക്കാരൻ ബസ് ഓടിക്കുന്നതാണ്. പുള്ളിക്കാരൻ ഇസൂസിൻ്റെ ഈ ബസ്. അപ്പം പുള്ളി ഞങ്ങളോട് കുറേ നേരം വന്ന് സംസാരിച്ചു. ഹായ് ഗൈസ് നോക്കും. അപ്പോൾ പുള്ളി ഞങ്ങൾക്കൊരു സ്ഥലം പറഞ്ഞു തന്നു. ഇന്നലെ 200 ജെല്ല് പറഞ്ഞിട്ട് 100 ജെല്ല് കൊടുത്തിട്ടൊക്കെ സ്ഥലമാണ്. ബാത്റൂമൊക്കെ പമ്പിൽ തന്നെ ഉണ്ട്. അത് തൊട്ടപ്പുറം നോക്കാൻ നിൽക്കുകയാണ് ഷെല്ലിൻ്റെ ആ പമ്പ്. പകുതി പൈസ കൊടുത്താൽ മതി, മനസ്സിലായോ? അത് അവർ ചോദിക്കും. പക്ഷേ പട്ടപ്പമ്പിലൊന്നും പറ്റൂല കേട്ടോ, അല്ലേ? യഥാർത്ഥ പൈസ ഗൈസ് നോക്കൂ, അതായത് ഇത് കണ്ടോ, ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇങ്ങോട്ട് നോക്കുന്നത് ഫുള്ള് തേയില കേട്ടോ. തേയിലയും അതുപോലുള്ള പരിപാടികളും സംഭവങ്ങളൊക്കെയാണ്. നാളെ നല്ലൊരു കാഴ്ച കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, നാളത്തേക്ക് കാത്തിരിക്കും. ഇതുകൊണ്ടോ ഈ തൊട്ടു മേളിൽ നല്ലൊരു പള്ളിയുണ്ട്. ഇൻ അവർ സിറ്റി ഇൻ കേരള ടീ ഫാക്ടറി ഫുൾ. മഷൂത്ത് എന്ന് പറഞ്ഞ ആളാട്ടോ. പുള്ളിക്കാരൻ നിസുവിൻ്റെ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ സ്ഥലം പറഞ്ഞു തന്നു. വിച്ച് ദ സിറ്റി നെയിം ഉറാൽസ് എന്നാ ദ വില്ലേജ് ഇൻസൈഡ് എന്നാ Uzungöl. Uzungöl. Uzungöl, very good. 1 hour. You go Manastır Sümele 2 hour. മൊണാസ്ട്രിയിലേക്ക്. Trabzon. Very good. താങ്ക് യു. ഇതേ ഇവിടെ നിന്ന് ഒരു കിടിലൻ കാഴ്ച കിട്ടും. അത് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഈ ഒരു വശത്തോട്ട് വരാൻ നേരത്ത് കടലും സിറ്റിയും കൂടെ ചേർന്ന് നാളത്തേക്ക് നല്ല ആകാശവും നല്ല കാലാവസ്ഥയും നല്ലൊരു ചുറ്റുപാടൊക്കെ ആയിരിക്കും. നല്ല കാലാവസ്ഥ വന്നാൽ നമുക്കിവിടെ ഡ്രോൺ പറത്താം. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. നല്ല കാലാവസ്ഥ അല്ലെങ്കിലാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ ഡ്രോൺ പോകുന്നത് എങ്ങോട്ടാന്ന് പോലും മനസ്സിലാവില്ല. അത് കാലാവസ്ഥ, കാറ്റിന്റെ ഒരു വ്യതിയാനവും പിന്നെ അതേപോലെ തന്നെ മഞ്ഞ. അതായത് നമുക്ക് എണ്ണ അടിക്കണം. നമ്മുടെ തുർക്സെല്ലിൻ്റെ എത്ര GB 60 GB വെറും 4 ദിവസം കൊണ്ട് തീർന്നു. 50 GB പെട്ടെന്ന് തീർന്നു പോയി. ഇനിയിപ്പോൾ നമുക്കത് റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ടൗണിൽ പോയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അതുകൂടാതെ വണ്ടിക്ക് എണ്ണ അടിക്കണം. വണ്ടിയുടെ മറ്റേ സ്ഥാനത്തിൽ എണ്ണ ഉണ്ടെന്ന് പൊക്കി നോക്കണേ. ഒരു പ്രാവശ്യം നിറയ്ക്കാനുള്ള ഹീറ്ററിൻ്റെ സ്ഥാനത്തിൽ ഫൈനലി നമ്മൾ വണ്ടിയെ കയറാൻ വേണ്ടി പോവാണ്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നുള്ള ലൊക്കേഷൻ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം, റേഞ്ച് വേണം. റേഞ്ച് ഇല്ല. വണ്ടിയെ കയറി ഹീറ്റിങ്ങും സംഭവങ്ങളൊക്കെ കുറയ്ക്കട്ടെ കേട്ടോ. ഇതെല്ലാം കുറച്ചിടുന്നതായിരിക്കും തടിക്ക് നല്ല. ഇനിയിപ്പോൾ റിവേഴ്സ് എടുക്കുക പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളെ ഒരു മാർക്കറ്റ് വന്നാണ്. ഞങ്ങളുടെ തുർക്സെൽ തീർന്നു പോയി. അപ്പോൾ ഞങ്ങൾ കണ്ട കേട്ടോ ഇറച്ചിക്കട, ആടും പോത്തും. ഇതാടാണ്. ഇതേ ഇവിടെ ഇറച്ചി ഇതേപോലെ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടുണ്ടാവും കേട്ടോ. വണ്ടി ഈ കാണുന്ന ഇവിടെ പാർക്ക് ചെയ്തു. ടൗണാട്ടോ. അതായത് ഇവരുടെ ലോക്കൽസ് എല്ലാം സാധനം മേടിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ നെറ്റ് തീർന്നു പോയി. ഫോൺ ഉണ്ടായിരുന്നല്ലേ, നമ്മുടെ നെറ്റ് തീർന്നു. നെറ്റ് റീചാർജ് ചെയ്യണം മസ്റ്റായിട്ട്. അപ്പോൾ ഇതിന് എക്സൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാലേ കാര്യമുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ പൈസ എടുക്കണം. ഉള്ളിലേക്ക് പൈസ കിട്ടത്തില്ല. ഇത് രണ്ടും എത്രയും പെട്ടെന്ന് വെച്ചേട്ടോ. വണ്ടി അവിടെ ഈ കൊണ്ട് നിർത്തിയാക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമായാൽ പണിയാണ് ഗൈസ്. 50 GB നാട്ടിലെ 2000 രൂപ കേട്ടോ. ഒട്ടുക്കത്തെ കാശ്. ഒരു ബാങ്ക് കണ്ടുപിടിക്കാൻ എന്നാ വഴി? ഒരു ATM. അവിടെ ഒരു ATM ഉണ്ട്. അതിലും കൂടെ പോയി കീച്ച് നോക്കട്ടെ കേട്ടോ. നമുക്ക് പൈസ മസ്റ്റാ ഗൈസ്. തുർക്കിക്കാർ കൂടിയേക്കുന്നു നോക്കിയേ. സ്ഥലത്തെ ഫോണിന്റെ റീചാർജ് പിന്നെ അതുപോലെ പൈസ ഇംഗ്ലീഷ് അറിയാവുന്ന തോന്നുന്നു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളങ്ങനെ അടുത്ത ഒരു സ്ഥലത്തോട്ട് പോകണം. ആ സ്ഥലത്തിന്റെ പേര് കിടിലൻ സ്ഥലമാണ്. മോസ്കോ ഒരു കിടിലൻ സ്ഥലമാണ്. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ ഇതാണ്. സ്ഥലം ഒരു കിടിലൻ സ്ഥലമാണ്. ഒരു വില്ലേജ് ഏരിയ കേട്ടോ. അപ്പൊ ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നാളെയാണ് നമ്മൾ മൊണാസ്ട്രി പ്രോൺ സ്റ്റേഷൻ. അതായത് ആ സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ കാണിച്ചു തന്നെ. ഇവിടുന്ന് ഈ റൂട്ടിൽ കൂടെ കേട്ടോ. രാവിലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇവിടുത്തെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഇന്റർനെറ്റ്. അപ്പോൾ യൂറോപ്പിലേക്ക് ഏകദേശം ഒരേപോലെ ആയിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം, അതായത് പിന്നെ കുറച്ച് പൈസ എടുത്ത് വെക്കണം. ഞാൻ കുറച്ച് പൈസ എടുത്ത് വെച്ചു. ഞാൻ ആദ്യം കൊണ്ടുപോയി കാണാത്ത പൈസ ഇല്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ കാണാത്ത പൈസ ഉണ്ട്. വീണ്ടും രണ്ടാമത് ഓർഡർ വന്നു. നോക്കിയാൽ സ്പ്രിൻറ്റർ കാണിച്ചു വെച്ചേക്കുന്നത്.
ഇത് രസമല്ലേ ഇവിടുത്തെ ഓരോ വണ്ടിയും കാണുന്നത്. ഇവിടുത്തെ ലോറിയാണ് ഏറ്റവും കാണേണ്ടത്. സ്ഥലങ്ങളിലെ ലോറി കാണണം. പിന്നെ അടുത്ത കേസ് ഞാൻ ഇതെന്നെ പൈസ എടുത്ത് നോക്കാൻ കാരണം വെച്ചാൽ ചില കടകളിൽ ടാപ്പിംഗ് സംഭവം ഉണ്ടാവില്ല. ചില ഇവരുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പം പൈസ കൊടുക്കേണ്ടി വരും. ഇന്നലെ കണ്ടില്ലേ പൈസ ഇല്ല. പിന്നെ അതേപോലെ പാർക്കിങ്ങിനൊക്കെ നമുക്ക് പൈസ വേണം. അപ്പം അതുകൊണ്ടാണ് പൈസ എടുത്തത്. നമുക്ക് എന്തായാലും വഴി മാറി കയറിയതാണേലും ടൗൺ നോക്കി കയറിയതാണെങ്കിലും കറക്റ്റ് സ്ഥലത്താണ് വന്ന് പെട്ടെ. ഇവിടുന്ന് മേലോട്ട് പോകുന്നതാണ് നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ഒരു കിടിലം വില്ലേജ്. 50 GB തീർന്ന് അത്ര 2 ദിവസം കൊണ്ട് ആലോചിച്ചു. ഇനിയും വീഡിയോകളൊന്നും കാണാതിരിക്കുക. ഇന്റർനെറ്റ് ഇസ് എ വെരി പ്രോബ്ലം. ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഈ ഭാഗത്തോട്ടെ തിരിഞ്ഞു നോക്കണ്ട. ഇന്നലെ അറിയാതെ നേരം ഇൻസ്റ്റാഗ്രാമിൽ കയറിയില്ല, ഉള്ള നെറ്റ് മൊത്തം തീർന്നു. നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം തുരങ്കം കയറിയിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടോ. പിന്നെ നമ്മളിപ്പം തന്നെ പാസ് ചെയ്തിട്ട് എത്ര തുരങ്കം കയറിയിട്ട് എന്തോരം തുരങ്കോ. ഈ തുരങ്കം 2019 പണിത കേട്ടോ. ഈ KGM എന്ന് പറഞ്ഞാൽ ഇവരുടെ എനിക്ക് തോന്നുന്ന റോഡ് നമ്മളിപ്പം BRO അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി എന്നൊക്കെ പറയുന്ന പോലെ സെറ്റപ്പ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് അത് തന്നെ ഇവനെ തോന്നുന്നത്. എന്നാ സംഭവം വെച്ചാൽ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിക്കാച്ച് റോഡല്ലേ ഇവനെ. ഓ ഗൈസ് നോക്കൂ, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കിടിലൻ കാഴ്ച കണ്ടു. കാണിക്കാനായിട്ട് ഞങ്ങൾ നിർത്തിയതാണ് ഗൈസ്. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ വില്ലേജിലേക്ക് പോവാണ്. ഓ ഗൈസ് നോക്കൂ, അതായത് ഞാൻ അങ്ങനെ ഇവിടുത്തെ കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. 10,000 എടുത്ത് വെച്ചോട്ടോ. ഇതാ ഈ കാണുന്നതാണ് തുർക്കിഷ് മണി. 200 ഏറ്റവും വലുത് പോയിരിക്കുന്നു ഗൈസ്. 200 കണക്ക് പിള്ളേ എടുത്ത പൈസ പോയി. എൻ്റെ അടുത്ത് പൈസ എടുത്ത പൈസ മനസ്സിലാവൂല. ഞങ്ങൾ ഇന്നലെ മറ്റേ ജോർജിയൻ പൈസ ഒക്കെ കൊടുത്തു. ഗൈസ് നോക്കൂ, നമ്മൾ ഇവിടെ നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നോക്കൂ, മിനി സ്വിറ്റ്സർലൻഡ് നമുക്ക് ജോർജിയയുടെ തുർക്കിയുടെയും ആ ഒരു തുർക്കി ജോർജിയൻ ബോർഡർ സൈഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നാളെ നമ്മൾ കാണാൻ പോകുന്ന അതിമനോഹരമായ ഫോറിൻ ടിക്കറ്റ് ഇട്ടിട്ടാണല്ലോ ഗൈസ്. ഇവിടെ നേരത്തുണ്ടല്ലോ അതാ ഫോറിൻ ടിക്കറ്റ് ഇടണം, ഇല്ലെങ്കിൽ പണി പാളും കേട്ടോ. ഇതൊരു റോഡാണ്. അത് അങ്ങോട്ട് പോകുന്ന വഴി അത് മറ്റേ നമ്മുടെ കടലിൻ്റെ ആ ഒരു ഇന്റർനാഷണൽ കാഴ്ച നിങ്ങൾ നോക്കിയേ ഗൈസ്. ഒരു ക്ലൗഡി കാലാവസ്ഥയാണെങ്കിലും വളരെ മനോഹരമായി തട്ടായിട്ട് വീടുകൾ. ഇതിൻ്റെ ഏറ്റവും സെറ്റപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ ഇതിൽ നിൽക്കുന്ന പള്ളിയായിട്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇതേ കുറച്ച് ഇങ്ങോട്ട് നോക്കി, ഇതേ ഇവിടെ ഒരു പള്ളിയുണ്ട് ഗൈസ്. നല്ല രസമായിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. 2 എണ്ണം. ഇവിടെ വേറൊരു പള്ളി. പിന്നെ അതേപോലെ ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോരോ വില്ലേജുകളാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. ഇതാ ഇതേ ഗൈസ് നോക്കൂ, ഇതൊക്കെ ഓരോരോ വില്ലേജ് ആണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ ഇതിൽ പറയണ ഇടവക പോലെയുള്ള ഓരോ പള്ളി ഏരിയകളായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരാതെ അവിടെ തന്നെ ഉള്ളൊരു പള്ളിയാണത്. ഗസ് ഇനി ഇങ്ങോട്ട് നോക്കിയേ, തൊട്ട് ബാക്ക് സൈഡിലേക്ക് നോക്കിയേ, ഫുൾ വീടുകൾ നോക്കിയേ. അതും പ്രത്യേകം ഇവരെങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്നത്, നടന്നാണോ ഇനി അങ്ങോട്ട് വണ്ടി പോകുമോ ഇതൊന്നും അറിയത്തില്ല. ഇതിലും സെറ്റപ്പ് സ്ഥലത്തോട്ടാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അത്ര കിടിലം കാഴ്ചയാണ് നിങ്ങൾ ഫ്രണ്ടിൽ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അവിടെ മഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പരിപാടി പാളും. കിട്ടുക്കാച്ച ഒരു സ്ഥലം അത്. യെസ് ഗൈസ്, അടുത്ത ദിവസം നമുക്ക് ക്യാമ്പർ സൈറ്റ് എടുക്കാൻ നേരത്ത് വണ്ടിക്ക് കുറച്ച് പണി ചെയ്ത് ടയർ മാറ്റിയിരുന്നു. അങ്ങോട്ട് ടയർ ഒന്ന് ആ ടയറും അപ്പുറത്ത് ഈ ടയറില്ലേ ഇതേപോലെ ഉണ്ടോ, ഇതൊരു പുത്തൻ ടയറാണ്. ഈ ടയർ ഇതെടുത്ത് ആ ഫ്രണ്ടില് ഫസ്റ്റിലിടണം, കാരണം അത് പോയിരിക്കുകയാണ്. പിന്നെ ഈ ലൈനുകൾ ശരിയാണ്. സീസണിൽ എന്താണെങ്കിലും ഫുള്ള് ടയർ. പിന്നെ ഞാൻ തുറന്നതിന്റെ ഭാഗമായിട്ട് CCTV പോയി അത് റെഡിയാക്കണം. കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട്. 19 ജെൽ, അതായത് ജോർജിയൻ 19 ജെല്ലിന് മേടിച്ചാണ്. അപ്രോക്സിമേറ്റ് ഒരു 600 രൂപയുടെ ടീഷർട്ടാണ്. വലിയ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പാൻറ്റും ടീഷർട്ടും ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് മുടുക്കന്മാരാകാമല്ലോ ഗൈസ്. നോക്കും. അപ്പം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് സൈഡിലൊരു പുഴയുണ്ട്. കിടിലം പുഴയാണ്. മുന്നോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? മഞ്ഞ് കാണാം, റോഡ് കാണാം. ഇതിനൊരു ചെറിയ ചെരുവ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ വെച്ചപ്പോഴും. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ റോപ്പ് അടിക്കണം കേട്ടോ. സാധനം പോയി കേട്ടോ. ഇത് അടുത്ത ദിവസം നമുക്ക് അങ്ങ് തുർക്കിയുടെ സെൻറ്ററിലേക്ക് എത്തുന്ന നേരത്ത് മാറ്റാൻ നോക്കി. ഇപ്പം തന്നെ തണുപ്പുണ്ട്, ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. ചലോ തുർക്കിഷ് വില്ലേജ്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതാണ് സ്ഥലം. ചലോ. തുർക്കിയുടെ നമ്മൾ 2 ഭാഷ പഠിച്ചില്ലല്ലോ. അതായോ മറ്റേ നയാത്തു റഷ്യയുടെ 2 പഠിച്ചായിരുന്നു. റഷ്യയുടെ നയാത്തു, മറ്റേത് കമർജോബ. പിന്നെ തുർക്കിയുടെ ഒന്നും പഠിച്ചില്ലല്ലേ? തുർക്കിയുടെ ഒന്നും പഠിച്ചില്ല. ചോദിക്കണം. ഇല്ല, പഠിപ്പിക്കും. പ്രത്യേക ഫീലിംഗ് ആട്ടോ തുർക്കി. ഇങ്ങനെയാന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഞാൻ വിചാരിച്ച ഹോട്ട് ബലൂണ്, പിന്നെ മരുഭൂമി പോലത്തെ സ്ഥലം, ഇങ്ങനെയൊക്കെയാണെന്നാ ഞാൻ വിചാരിച്ചു തുർക്കി. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ ജോർജിയക്ക് വരും, എന്നിട്ട് ജോർജിയ എന്നുള്ള ഇങ്ങോട്ടുള്ള സ്ഥലത്തോട്ട് കയറണം അല്ലേ? ഇവിടെയാണ് കാണാനുള്ളത് അല്ലേ ഇവനെ? സത്യം. ഇങ്ങോട്ട് നോക്കിയാലും ഇതേപോലെ തന്നെ തുരങ്കങ്ങളാട്ടോ. കാലത്ത് ഇവരെ സമ്മതിക്കും കേട്ടോ. കുറെ മലകളുടെ ഇടയിൽ കൂടെ മേലോട്ടൊക്കെ നോക്കിയവനെ ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ റിസർവോയറുകളും ചെറിയ ചെറിയ ഗൈസ് നോക്കൂ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ വാഹനം നിർത്തി
അതിനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടല്ലോ കൃഷിക്ക് വേണ്ടി ആൾക്കാർ സ്ഥലങ്ങളൊക്കെ ഒരിക്കലും സംഭവങ്ങളൊക്കെ തുടങ്ങി കുറച്ച് സ്ഥലങ്ങളുള്ളതെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഇവർക്ക് സ്വയം ആവശ്യത്തിന് വേണ്ടിയാന്ന് തോന്നുന്നു. ഇതൊക്കെ വില്ലേജുകൾ എനിക്ക് വന്ന വിന്ററിന് വേണ്ടി സമ്മറിന് വേണ്ടിയൊക്കെ ഉണ്ടല്ലോ വീടിന്റെ അടിയിൽ മരങ്ങൾ റെഡിയാക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ഈ കാണുന്നത്. ചെറിയൊരു വെട്ടിന് വരുന്ന മരത്തിന് കട്ടിയൊന്നും ഗൈസ് ഈ വീട്ടിലെ AC ഹീറ്റർ. അപ്പൊ ഇവിടെ സമ്മറിൽ നല്ല ചൂടുണ്ടാവും സെറ്റപ്പ് നോക്കണം. അത് നോക്കിയ പുല്ലൊക്കെ നല്ല തനി നീര് എന്തൊരു രസമാണെന്നറിയാം കാണാൻ വേണ്ടി. നമുക്ക് ഇനിയും ഫ്രണ്ടിലേക്ക് പോകാണ്ട്. അപ്പൊ ഈ പോകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സൈഡിൽ കണ്ട ഓരോ കാഴ്ചകളാണ് ഗൈസ്. എല്ലാ സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചെറിയ ഹഡ് പോലെ സംഭവം, പിന്നെ ഒരു പള്ളി ഉണ്ടാവും കേട്ടോ. ഇതുകൊണ്ടോ നാഗാലാൻഡ് മിസോറാം ആ ഒരു സ്ഥലത്ത് പോയ പോലെയാണ്. ഇതുകൊണ്ടോ എത്ര വീട്. ഇതെനിക്ക് തോന്നുന്നത് എന്തോ ഹോം സ്റ്റേയോ ഹോട്ടൽ പോലെ സംഭവമാണ്. ബാക്കിയൊക്കെ വീടുകളാണ്. ടൂറിസമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രധാന വരുമാനം. ഇതൊക്കെ നോക്കിയ വീടുകളുണ്ടോ, ഇത് നോക്കിയേ ഓരോ പാറയുടെ മേളിൽ ഇങ്ങനെ. വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഇവരുടെ കൃഷികളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പം പിന്നെ കള കയറി ഈ തട്ടായിട്ട് ഇതുണ്ടോ, ഈ തട്ടായിട്ട് ഈ കിടക്കുന്ന ഇതൊക്കെ കൃഷി സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ചേട്ടൻ പുള്ളി അവിടെ മരം അറക്കുക കേട്ടോ. ചേട്ടൻ ഇവിടുന്ന് എന്തോ എല്ലാം വയസ്സായ ആൾക്കാരാണ്, യുവതലമുറകളെ ഒന്നും കാണാനില്ല. വേറൊരു കാര്യം, നമുക്ക് ഇനിയും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകണ്ട്. പോകുന്ന വഴിക്ക് ഇനിയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ കിട്ടും. ഗൈസ് വളരെ രസമാണ്. നമ്മൾ ഇവിടെ വെറുതെ നിൽക്കുക. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം, സത്യം അല്ലേ ഗൈസ്? എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് ഞങ്ങൾക്ക് തോന്നി അപ്രകാരം ഇവിടെ നിർത്തി. നല്ല കിടിലൻ റോഡാണ്, മഞ്ഞ വരെയാണ്. സാധാരണ നമ്മൾ വെള്ള വരെ കൂടെ ഓടിച്ചിരിക്കുന്നത്. സാധാരണ ഏഷ്യൻ ഹൈവേ ആണ് ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞ ലൈനായിട്ടുള്ള. അതെ, പാർക്കിൽ കിടക്കുവാണെങ്കിൽ 800 തിരുത്തറി, അതായത് നാട്ടിലെ 1800 വരും. സമയത്ത് പുറത്ത് നമ്മൾ വണ്ടി ഇടുവാണെങ്കിൽ 100 അല്ലെങ്കിൽ 200. അതെന്ന് പറയുമ്പോൾ എത്രയാണാവോ? 100 200 100 പറഞ്ഞു കഴിഞ്ഞാൽ 240 രൂപ. കാര്യങ്ങൾ വലിയ ഇങ്ങോട്ടൊന്നും വലിയ തിരക്കില്ല. പക്ഷെ ആ മെയിൻ ഇന്റർനാഷണൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് എവിടെയാണെന്നറിയാമോ? ഇസ്താംബൂളും. അതെ, ഇസ്താംബൂളിൽ നമ്മൾ ജസ്റ്റ് പാസ്സായി നോക്കണേ. ഇതുണ്ടോ ഈ കാണുന്ന ഹൈവേയിൽ നമ്മൾ കയറുന്നു. ഇവിടുന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് 4.5 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ആ ലക്ഷ്യസ്ഥാനമായ സ്ഥലത്തോട്ട് കേട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നേരത്ത് ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞെട്ടരുത്. അതെ, വണ്ടി ഞങ്ങൾ ഇവിടെ ഇട്ടു. ഇങ്ങോട്ട് നമുക്ക് 2 സ്ഥലത്തോട്ട് പോകാണ്ട്. അതിനുശേഷം ഇവിടെ ഒരു സ്ഥലം കാണിക്കാണ്ട്. ഇത് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? അപ്പൊ നാട്ടിലെ സാധനമാണ് പ്രൊണൗൺസിയേഷൻ. ഇതേ ഇതെന്നാന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടു നോക്കാം. ഞെട്ടരുത്. ഇതെന്നാ സാധനം അറിയാം? ടാറ്റ. ഇതേ ടാറ്റ കേട്ടോ. ടാറ്റയുടെ മറ്റേ പഴയ സെനോണില്ലേ, അതായത് പിക്കപ്പ് ട്രക്ക്. എന്റെ പൊന്നെ, നാട്ടിൽ കുറെ ഞങ്ങൾ നോക്കിയ, പക്ഷേ ഈ സാധനം കിട്ടിയോ ഞങ്ങൾക്ക്? ഇത് നോക്കിയേ, ഇതിന്റെ സ്റ്റിയറിംഗ് നോക്കിയേ, നല്ല കുട്ടി പോലെ ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വണ്ടി, എവിടെ വേണ ഈ സാധനം വലിഞ്ഞു കയറും. ഇത് പണ്ട് ഞാൻ പാലക്കാട് സെക്യൂരിറ്റി ആയി നിന്ന സമയത്ത് പാലക്കാട് വടക്കാഞ്ചേരി മറ്റേ ഹൈവേ പണിയായിരുന്നു, അതിന് മൊത്തം യൂസ് ചെയ്ത് ഇങ്ങനത്തെ വണ്ടി. നോക്കൂ, ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ ഒരു നല്ല ക്ലൈമറ്റ് വരുമെന്ന് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് തുടങ്ങാം. അതിനുശേഷം മേളിൽ 2-3 സ്ഥലമുണ്ട്, അതും കൂടി ഷൂട്ട് തുടങ്ങാം. എന്നിട്ട് നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങും. നാളെ നമ്മൾ മൊണാസ്ട്രി ആണല്ലോ, നാളെ നല്ല ക്ലൈമറ്റ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് മഞ്ഞ് പെയ്ത് മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു കിടിലൻ താഴ്വര. അതായത് കാണാൻ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് ഒരു ക്ലൂ ഞാൻ തരാം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം നമ്മുടെ നാട്ടിലെ കൊടൈക്കനാൽ, ഊട്ടി ലേക്ക് പോലുള്ള കിടിലൻ സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലമാണ് നമ്മൾ കാണാൻ വേണ്ടി പൂമ്പാറ അങ്ങോട്ടൊക്കെ പോയിട്ടില്ലേ? നോക്കിയോ, വെള്ളമൊക്കെ ഒഴുകും. നോക്കിയോ, എന്തൊരു രസമാണെന്നറിയാം കാണാൻ. വെള്ളമാണെന്നറിയാം, തനിനീർ. ഇത് തന്നെ സംഭവം അറിയാം. ജൂൺ ജൂലൈ മാസത്തിൽ നമ്മുടെ സ്കൂള് തുറക്കും ദിവസത്തിൽ പണ്ടൊക്കെ സ്കൂൾ തുറക്കുന്ന ആലോചിക്കാനേ പറ്റുന്നില്ല. ഓ, പഠിത്തം കഴിഞ്ഞ് എത്രയോ നന്നായി. എന്തായാലും നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് കയറാടാ. ഇവിടെ ഇത് എന്തൊരു സാധനം കേട്ടോ, ഇതന്നെടാ. ഓ, കല്ല. അത് ഇതിങ്ങനെ പറയുമ്പോൾ അടിച്ചു കേട്ടോ എൻ്റെ വണ്ടി, നൈസായിട്ട് തട്ടി. ലെറ്റ്സ് ഗോ. ചില സ്ഥലങ്ങൾ റോഡ് ഇടിഞ്ഞു കിടക്കുന്നു. എല്ലായിടത്തും കണ്ടമാനം പ്രോപ്പർട്ടീസ് അല്ല. പിന്നെ അത് എന്നാന്ന് ചോദിച്ചാൽ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്ന് ഞങ്ങൾ വണ്ടി നിർത്തി. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികൾ തന്നെ കേട്ടോ. ഇവിടെ അറബികളാണ്. ഇതുകൊണ്ട് ഇതൊക്കെ അറബികളെയും കൊണ്ട് വന്ന സംഭവങ്ങളാണ് ഈ കാണുന്നുണ്ട്. ഇതുകൊണ്ടോ, ഇത് ഇവിടുത്തെ ഒരു മെയിൻ റിസർവെയറാണ്. അതായത് എന്താണ് റിസർവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പുഴ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്ന പോലെ റിസർവെയർ, അതാണ് ഈ സാധനം. അതായത് ഇങ്ങനെ തട്ടായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരും. ഞാൻ ഈ ക്ലൈമറ്റ് നന്നാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, കാരണം ഡ്രോൺ പറത്താൻ വേണ്ടി. പക്ഷെ അത് നന്നാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ട്. ഇതുകൊണ്ടോ എന്ത് രസമെന്ന് നോക്കിയേ. നമുക്ക് അങ്ങേ സൈഡിൽ പോകാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു
സാധാരണ സത്യം പറഞ്ഞ ഒരു പുഴയാടാ, അതിനെ കെട്ടി ഒരു സെറ്റപ്പ് ആക്കി ആ രീതിയിൽ നമ്മുടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുൾ പ്രൈവറ്റ് സംഭവങ്ങൾക്ക് കൊടുക്കും. അവർ നടത്തിയിട്ട് ഗവൺമെന്റ് ടെൻഡറിന് കൊടുത്തിട്ട് പ്രൈവറ്റ് വൽക്കരിക്കുമ്പോൾ അവരെന്തായാലും സെറ്റപ്പ് ആവുമല്ലോ. ഇത്ര വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് അത് അടിപൊളിയായിട്ട് കിട്ടും. 10 വർഷം കഴിയുമ്പോൾ അത് അടിപൊളിയായിട്ട് ഗവൺമെന്റ് തിരിച്ചു കിട്ടും. നോക്കൂ എന്താ രസം, എന്താ ചാട്ടം. ഇവിടുന്ന് ഒരെണ്ണം പറത്തി വിട്ട പോലെ ഇരിക്കും. ഒന്നും കൂടെ ക്ലൈമറ്റ് കുറയാൻ നോക്കട്ടെ. ഇപ്പം ഈ പുള്ളിക്കാരി തെന്നി വീണാനേട്ടോ. എന്ത് രസമെന്ന് നോക്കിയേ, ഒരു റിസർവോയർ ആയിട്ടോ. അത് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് സീസണല്ല കേട്ടോ, അൺസീസണാണ്. ഇത് കണ്ടോ, ഫുൾ മഞ്ഞ് പെയ്ത് കിടക്കുവാണ്. എന്താ അതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കണേ തന്നെ. ഓ എന്താ രസം, എന്താ സുഖം, നല്ല തണുപ്പാട്ടോ. എന്താ തണുപ്പെന്ന് നോക്കിയേ, പ്രത്യേകതരം കാലാവസ്ഥ. നമുക്ക് അവിടം വരെ പോകാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വഴിയും കുടയും വടിയും ഒന്നുമില്ല. അവിടെ ഒരു ക്യാമ്പർ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. പക്ഷേ രാത്രി കഴിയുമ്പോൾ എഴുന്നേറ്റ് വിടുമല്ലോ. ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇത് വതനമായിരിക്കും എന്നുള്ളത്. നോക്കിയേ, അങ്ങോട്ട് അധികം പോലെ സാമാന്യ തണുപ്പായിരിക്കും. ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലുള്ള സംവിധാനം ഇവിടെ സെറ്റപ്പ് ചെയ്ത്. കേരള റവി തകർക്കുക കേട്ടോ. നമുക്ക് നേരെ മേലോട്ട് പോകാൻ വേണ്ടിയാ. എൻ്റെ എന്തൊരു തണുപ്പാണെന്നറിയാവോ, അസഹനീയമായ തണുപ്പാട്ടോ. താഴെ ഒരു സ്ഥലം, ഈ ഒരു സ്ഥലം, കുത്തുന്ന തണുപ്പ്, മൊത്തത്തിൽ 2 സ്ഥലം. ഇതെല്ലാം കൂടെ പറത്തിയിട്ട് വേണം നമുക്ക് താഴോട്ട് പോകാൻ. സമയമുണ്ടെങ്കിൽ നമ്മളിന്ന് ഹാർബർ കാണിക്കുക. അതായത് തുർക്കിഷ് ഹാർബർ ഫിഷിംഗ് സംവിധാനങ്ങളൊക്കെ ഇന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം കാണിക്കും. അത് 100% ഉറപ്പാണ്. എന്തായാലും ഞങ്ങൾ കാണിക്കും. അതായത് കാണിക്കലാണല്ലോ ഞങ്ങളുടെ പരിപാടി. വേറെ കാര്യമുണ്ട് ഇവനെ, ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇച്ചിരി കൂടെ തണുപ്പ് കഴിഞ്ഞിട്ട് വരുവാണേല് പച്ചപ്പെന്ന് വെച്ചാൽ പച്ചപ്പ്. ഇവിടെ 2 സൈസ് ടൂറിസം ഉണ്ട്. ഒന്ന് മഞ്ഞ ടൂറിസം, ഒന്ന് വേനൽക്കാല ടൂറിസം. പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ടൂറിസ്റ്റ് സംഭവങ്ങൾ, പ്രത്യേകിച്ച് ആ ഹോട്ടലിലൊക്കെ ആണെന്നത് 1000 പ്രാവശ്യം അന്വേഷിക്കാറുള്ളൂ. കാരണം പറ്റിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചും വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ പിന്നെ ഇത് മോങ്ങിയിട്ട് കാര്യമില്ല. യെസ് ഗൈസ്, കം ഓൺ, ഗുഡ് ബൈ. തണുത്തിട്ട് ട്രൗസർ ഇതിന് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ആരാ ഇതൊക്കെ ഇട്ടേ? ആരാ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് പോയേ? അതായത് 2 സൈസ് മറ്റേ ടൂറിസം ഉണ്ട്. എല്ലാ സ്ഥലത്തും ചെന്നാൽ അറിയാം. നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും ഉള്ള നമ്മൾ എന്ത് ചെയ്താൽ ഒന്ന് ചോദിക്കാം ഫസ്റ്റ് തന്നെ, എന്താണ് പ്രൈസ്, എന്താണ്. നാണക്കേടും പിന്നെ ഇതൊക്കെ വിചാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വന്തം പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന പോലെ. നമ്മുടെ നാട് മാത്രമല്ല, എല്ലാ ഡെസ്റ്റർ ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സാധനം. പുതിയ വണ്ടി ഇറങ്ങിയല്ല ഡെസ്റ്ററിന്റെ. ഇതായിരിക്കും നമ്മുടെ ഇന്ത്യയിലോട്ടും വരുന്നത്. ഇവിടുത്തെ മെയിൻ വണ്ടി ഡെസ്റ്റർ കേട്ടോ. ഡെസ്റ്റർ സൂപ്പർ. അറബികൾ ഈ മറ്റേ നിസാം പെട്രോളും പിന്നെ ലാൻഡ് ക്രൂസർ ഒക്കെ ഓടിച്ചിട്ട് എങ്ങനെയാണ് ഇത് ഓടിക്കുന്നത്? ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു വണ്ടി റെന്റിൽ എടുക്കും. ഇവർക്ക് കാലിന് തരിപ്പുള്ളവരെ അറബികൾ. അപ്പൊ ഇവർക്ക് വണ്ടി ഒന്ന് കറക്കണം, ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്തില്ല അവർക്ക് ഒരു സമാധാനം കിട്ടൂല. പിന്നെ അവര് ആൾക്കാരെ ഇതൊന്നും ഗൈഡിനൊന്നും കൊണ്ടില്ല. അവർ തന്നെ വന്നിട്ട് ഒരു വണ്ടി എടുക്കും, തന്നെ കറങ്ങിയല്ല. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത്. പണ്ട് കാലത്തൊക്കെ അറബികളെ എല്ലാരും പറ്റിച്ചിരുന്നു. ഇപ്പൊ ഒന്നും നടക്കൂല. ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വരാൻ നേരത്തെ അതും ഇതും പറഞ്ഞൊക്കെ പാവങ്ങളെ. പണ്ട് കാലത്ത് നമ്മൾ അത് യാത്ര ചെയ്തപ്പോ നമുക്ക് പൈസനെ കുറിച്ച് അറിയത്തില്ലല്ലോ ഇവനെ. അതേപോലെ ഇവർക്കും പൈസനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അപ്പൊ എല്ലാരും പറ്റിയില്ലായിരിക്കും. ഇപ്പൊ കൺവെർട്ടർ ഉള്ളവരെ ആർക്കും പറ്റിക്കാൻ വേണ്ടി പറ്റൂല അല്ലേ ഇവനെ. യെസ്, നമ്മള് ഡ്രോൺ പറത്താൻ പോവാണ്. വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്നലെ എന്തോ ദൈവാനുഗ്രഹത്തിൽ തന്നാന്ന് തോന്നുന്നു കേട്ടോ. ദൈവമായിട്ട് തന്ന പോലെ എല്ലാടാ ഇതിനെ തിരിച്ചു തന്ന പോലെ. സത്യം. എല്ലാ വഴിക്ക് പോയാനാട്ടോ സാധനം. ഓ, അറബികളാണോടാ? അറബിയ. അറബികൾ ഇപ്പം കണ്ടമൺ ടൂറിസ്റ്റുകളായിട്ടോ. ഇന്ത്യക്കാരെ പോലെ തന്നെ ഇപ്പം അല്ലേ. പണ്ടൊക്കെ യൂറോപ്യൻസിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ പോയി കിട്ടിയെന്നാ ഓൺ പുറത്ത് വരുന്നേ. അപ്പം ഒരു പിന്നെ പുള്ളിക്കാരനും അവരുടെ ഭാഷ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് വേണമെന്ന്. ഞങ്ങൾ വിചാരിച്ചത് വലിയ വിഷയമായി. ലാസ്റ്റ് ഞങ്ങൾ ഡ്രോൺ പറത്തിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിഷ്വൽ തരാമെന്ന്. പിന്നെ ഞാൻ നോക്കാനത്ത് നമ്മളെന്തായാലും പറത്തുക, ഒരെണ്ണം കൊടുത്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം 2-3 വിഷ്വൽ ഞാൻ അവർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് അവർ അപ്പുറം അവിടെ നിൽപ്പുണ്ട്. കാണുന്നുണ്ട്. ആണോ? പാവങ്ങളാട്ടോ. അവർ ഐഫോണ് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ. ഇത്ര പാവങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ബേസിക്കലി ഇവരൊക്കെ പാവാടാ. ഞാൻ സൗദിയെ പോയിട്ടില്ല, ഈ പറഞ്ഞു കേട്ടതൊക്കെ ഉള്ളൂ. ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ആൾക്കാർ ഇവരാ, സൗദിക്കാരാ. ഇത് അവർ 2 പേരും പോയി. ഇത് ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാൾക്ക് എൻ്റെ ഡ്രോണിൻ്റെ വിഷ്വലും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് തന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ളവർ, കേരളത്തിലുള്ളവർ നിങ്ങളുടെ അറബ് കൺട്രി വന്നിട്ട് ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ നാടൊക്കെ പച്ച പിടിച്ചത്.
നമ്മൾ സാധാരണക്കാർക്ക് നമുക്ക് സാധാരണക്കാർക്ക് പണ്ട് കാലത്ത് അമേരിക്കയ്ക്കോ ബ്രിട്ടനിലോ അവിടെ എവിടെയൊന്നും പോയൊന്നും ജോലിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്നും ഈ അറബ് നാടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പോയി ജോലി ചെയ്ത് 10 കാശുണ്ടാക്കാൻ പറ്റിയ സ്ഥലം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർ നമ്മുടെ നാടൊക്കെ അത്യാവശ്യമൊക്കെ സെറ്റപ്പ് ആയതും കുറേ പാവപ്പെട്ട് വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ്. അപ്പം നിങ്ങളൊരു ചെറിയ സഹായം ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്തതിൽ മോശമായിരിക്കുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലും ഡ്രൈവർ മലയാളി, അവളുടെ വീട്ടിലും ഡ്രൈവർ മലയാളി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ, സന്തോഷമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നോട് ചോദിച്ചാൽ എത്ര ചാർജെന്ന്. ഞാൻ പറഞ്ഞു ചാർജൊന്നുമില്ല, ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം, ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പോവാൻ പിന്നെ പോവാം, സഹായം നമ്മൾ തിരിച്ചു ഒരു സഹായം. അതിനെ സംബന്ധിച്ചാൽ നമ്മളെ ഇവരോട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും നമ്മളെല്ലാം ആണക്കേസുകളാണെന്ന് വിചാരിക്കും. പക്ഷെ അവരോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആൾക്കാർക്കായിരിക്കും ഉപകാരം. ഇത് എടുത്തു വെച്ചു. ഇതിപ്പോൾ അവർ 2 പേരോട് 4 പേരോട് അവിടെ ചെന്ന് പറയും എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ മലയാളി. അപ്പോൾ ഫൈനലി നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഡ്രോൺ കീച്ചി കുറച്ചൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും കിട്ടിയില്ല. ഇതാണ് സ്ഥലം. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ച് താഴോട്ട് പോകണം. അപ്പോൾ താഴോട്ട് നമ്മൾ പോവുകയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് മെയിൻ ഒരു കാണാനുള്ള സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ആപ്പിൾ പറയുന്നു വളരെ നല്ല സണ്ണായിരിക്കുമെന്ന്, പിന്നെ ഗൂഗിൾ പറയുന്നു ഇന്ന് ഊമ്പലും കഞ്ഞിയായിരിക്കുമെന്ന്, അതായത് ഇന്ന് കഞ്ഞിയും പയറുമായിരിക്കും എന്ന് പറഞ്ഞു. ഗൂഗിൾ പറഞ്ഞു ഒന്നുമില്ല, നല്ല കാലാവസ്ഥ അല്ല എന്ന് പറഞ്ഞു. ആപ്പിൾ പറഞ്ഞു ഇന്ന് നല്ല കാലാവസ്ഥയാണ്. സത്യം അറിയാവോ, ഞാൻ ഡ്രോൺ നോക്കി വെള്ളത്തിൽ പോയി, വെള്ളം കയറി. എവിടെ? ഓ മൈ ഗോഡ്, കരി ഇവിടെ എന്താ കത്തിക്കുന്നുണ്ടോ, ക്യാമ്പ് ഫയർ പോലത്തെ എന്താ പരിപാടിയൊക്കെ. യെസ് ഗൈസ് നോക്കൂ. അപ്പോൾ ഈ കിടിലൻ സ്ഥലത്തിനോട് ഇവിടെ പറഞ്ഞ് നമുക്ക് നേരെ താഴോട്ട് പോകാം. താഴത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് വീണ്ടും താഴോട്ട് പോകാം. അതിനുശേഷം നമുക്ക് അങ്ങനെ നാളെ നമ്മൾ മൊണാസ്ട്രി കാണുകയാണ്. അതൊരു ഈജിപ്ഷ്യൻ മൊണാസ്ട്രി ആണ്. അങ്ങനെയാണ് പഠിച്ചപ്പോൾ മനസ്സിലായത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ ഗൂഗിൾ ലെൻസ് നോക്കി പഠിക്കണം. നിങ്ങളത് പഠിച്ചിരിക്കണം. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. അതിനനുസരിച്ച് ഞങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാം, എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും മറ്റേ ഇവിടുത്തെ ഭാഷ പഠിക്കണം. റൂസ്കി അതായത് റഷ്യൻ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ കുറെ പോളണ്ട് വരെ നമുക്ക്, ജർമ്മനി, പോളണ്ട്, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെയുള്ള റഷ്യ, ജോർജിയ, അസർബൈജാൻ, അർമേനിയ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ലാത്വിയ, ലിത്വേനിയ, പിന്നെ അതേപോലെ തന്നെ ബെലാറസ്, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അല്ല, ശരിക്കും റഷ്യൻ ഭാഷയാണ്. റഷ്യൻ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ. ലോകത്തിൽ 20% റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് നോക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഏതില്ല. ടോയ് ക്യാമ്പർ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സമ്മതിക്കണം. എന്തോ ചിലവ് കുറവാണെന്നറിയാമോ. ഒരു SUV മതി, അല്ലെങ്കിൽ ചെറിയൊരു വണ്ടി മതി, അതിൻ്റെ അകത്ത് ടോയ് ചെയ്തുകൊണ്ട് വരാൻ. പിന്നെ നമ്മുടെ അവിടെ സമ്മതിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അതായത് എല്ലാവരും നല്ല രീതിയിൽ ഇത് ചെയ്യൂലല്ലോ, അതിൻ്റെ അകത്തും അലമ്പാക്കൂല. അതാണ് നമ്മുടെ ഇവിടെ സമ്മതിക്കാത്ത പ്രശ്നം. ഫൈനലി ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. കിടിലൻ സ്ഥലം എന്ന് വെച്ചാൽ കിടിലൻ സ്ഥലം ഗൈസ്. ഇവിടുന്ന് നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലമാണ് നമ്മുടെ ഊട്ടിയിലൊക്കെ ലേക്കില്ലേ, ഊട്ടിയിലല്ലോ കൊടൈക്കനാലിലൊക്കെ ലേക്ക് പോലത്തെ നല്ല കിടിലൻ സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓ ഗൈസ് നോക്കിയേ, നമ്മൾ നേരത്തെ വന്ന വഴികളും സംഭവങ്ങളൊക്കെ അതാണ്. പക്ഷെ നമ്മൾ വന്നത് ഈ സൈഡിൽ നിന്നാണ്. യെസ് ഗൈസ്, നമ്മളിതാ കാണാൻ വേണ്ടി പോകുന്നു. നമ്മളിതാ കാണാൻ വേണ്ടി പോകുന്നു. ഇപ്പം കാണും, നാളെ കാണും. യെസ് ഗൈസ് നോക്കിക്കേ. ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം. സ്ഥലം ഇങ്ങനെ ചുറ്റിനും നടക്കാം ഗൈസ്. നോക്കൂ, ഫുള്ള് ചുറ്റിനും. പക്ഷെ വണ്ടി അങ്ങോട്ട് വിടത്തില്ല. അവിടുന്നാണ് നമ്മൾ വന്നത്. ഇതാണ് ആ സ്ഥലം. നോക്കിയേ, ഒരു കിടിലം പള്ളിയും, 2 പള്ളിയുണ്ട് കേട്ടോ. 2 പള്ളിയും കുറേ വീടുകളും കുറേ സംഭവങ്ങളും ചേർന്ന ഈ ഒരു കിടിലൻ സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് ഗൈസ്. നോക്കൂ, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് അറബ്സാണ്. ഇവിടെ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലായി. കാരണം ഇത് ഇച്ചിരി ഉള്ളിലേക്ക്, അതായത് നമ്മൾ ആ മെയിൻ ഹൈവേ എന്നൊരു 19 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. ഇതൊരു മോസ്റ്റ് ഐക്കോണിക്കൽ പ്ലേസ് ആണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഈ സൈഡിൽ എഴുതി കാണിച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് തുർക്കി വരാൻ ഇത് ഉപകാരപ്പെടും. ഈ സ്ഥലം നാളെ പോകാൻ പോകുന്ന സ്ഥലം, ഇതൊക്കെ മസ്റ്റ് വാച്ചാണ് തുർക്കിയിലെ. നമ്മുടെ വണ്ടി തൊട്ടപ്പുറമുണ്ട് ഗൈസ്. നോക്കിയതേ, ഇവിടെ താറാവും അതും ഇതും ഒക്കെ ഇങ്ങനെ മേയുന്നത് കണ്ടോ. മെയ്യുമല്ലോ, ഇതിന് എന്നാ പറയാ, ഇവര് മീനെ പിടിക്കുന്നത്. ഗൈസ് ഇത് ഒന്നൊന്നും അല്ല. ഇത് നോക്കിയേ, ഇറങ്ങുന്നില്ല. അടുത്തവനെ നോക്കിയേ, ഇതുണ്ടോ പുതുമുതലാട്ടാ, പുതുമുതല. ഇതാ ചിലപ്പോ അത് ശരിയായി. കാല ചിപ്പുണ്ട്. എന്തിയെ കാണാം. തുർക്കി നിങ്ങൾ വരാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്ന്, ഇവിടുത്തെ പട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ പട്ടികൾ CID വർക്കുകൾ ചെയ്യുന്നുണ്ട്.
മൂന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ മറ്റു പരിപാടികൾക്ക് പോകാതിരിക്കുക. അതായത് പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ വലിയും പ്രത്യേകമായിട്ടുള്ള ഉന്മേചനത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കലും ഇതൊന്നും ഇവിടെ നടക്കൂല. പിടിച്ചു കഴിഞ്ഞാൽ കുറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പാടാണ്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. തുർക്കി നല്ല ലോകത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിലും പോകുന്നത് ഇത് നല്ലൊരു കാര്യം കേട്ടോ. അത് ആദ്യമായിട്ട് ഇവിടുത്തെ CID എന്ന് വെച്ചാൽ ഇവിടുത്തെ പട്ടിയാണ്. അതായത് എന്ത് നേരത്തെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന ചിലപ്പോൾ തണ്ടപ്പട്ടി ആയിരിക്കും ഇതേപോലെ. അതും മണം അടിച്ചിട്ട് മറ്റേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെയാ പോലീസും CIDകളൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും. അതായത് ഈ വിഘടനവാദം അതുപോലെ തന്നെ പല സംഭവങ്ങളൊക്കെ നടക്കാതിരിക്കാനും അവരുടെ ഇൻഫർമേഷൻ ഡാറ്റ കളക്ട് ചെയ്യാനും നമ്മുടെ നാട്ടിലും നമ്മുടെ പട്ടികളെ ഇതേപോലെ ട്രെയിൻ ചെയ്തെടുക്കാവുന്ന നല്ല കാര്യമാണ്. ഇത് ഇനിയുള്ള രാജ്യങ്ങളൊക്കെ ഇതുണ്ടാവും. വളരെ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ഒരാളോട് സംസാരിക്കും വരെ ഇനിയുള്ള രാജ്യങ്ങളിൽ അത് റഷ്യ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് തോന്നിയ പരിപാടി പാളും. പിന്നെ കുറ്റിക്കകത്ത് കൊണ്ടുപോകും. പിന്നെ അവരുടെ സംശയം കഴിയുന്നോളം വരെ നമ്മൾ കുറ്റിക്കകത്തായിരിക്കും അല്ലാതെ. പിന്നെ ഇത് വളരെ ഒരു എല്ലായിടത്തും ഒരു ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം തെരുവുനായകളുണ്ട്. അതിനെ ഒന്ന് ട്രെയിനിങ് ചെയ്ത് ഇറക്കുവാണല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എത്ര പിടിക്കാൻ വേണ്ടി പറ്റും. പഴയ റെനോൾട്ട് ഗൈസ് നോക്കൂ, പഴയ വോൾവോ ഗൈസ് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. എല്ലാം ഇഷ്ടംപോലെ സ്റ്റേയും സംഭവം കിട്ടും. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു എക്സ്പെൻസീവ് അല്ല. നാട്ടിലത്തെ ഒരു 10,000 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? നാട്ടിലത്തെ 10,000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ എക്സ്പെൻസീവ് അല്ല. ഇവിടുത്തെ പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടുമ്പോൾ പക്ഷേ നാട്ടിലോട്ട് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് വലിയ പൈസയായി. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അവിടെ ജോലി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1000 രൂപ 1200 രൂപയിൽ ഒരു ദിവസം കിട്ടുള്ളൂ സാധാരണ ജോലി. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ 2000-3000 രൂപയ്ക്ക് 10,000 രൂപയാണ് നാട്ടിലെ 10,000. നമ്മളിതിന് അമേരിക്ക പണിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഡോളറിന് പൈസ കൂടുതലാണ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ പൈസ കൂടുതലാണ്. അവിടെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ തന്നെ 4,000 രൂപ 5,000 രൂപ അല്ലേ? യെസ് ഗൈസ്, നമ്മൾ നേരെ വണ്ടി കയറുന്നു. നമ്മളങ്ങനെ താഴോട്ട് പോവുകയാണ്. ഇവിടെ തുർക്കിയുടെ ഫ്ലാഗ് സംഭവം രാത്രി ഞാൻ കാണിച്ചു തരാം. നമുക്ക് എടുക്കാം. താഴേന്ന് ഭക്ഷണം കഴിക്കാം. താഴേന്ന് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചു. ഊമ്പലും കഞ്ഞിയായിരുന്നു. ഇനിയിപ്പം നല്ല എന്തെങ്കിലും ഫുഡ് കിട്ടുവാണെന്ന്. ഇവിടുത്തെ ഏറ്റവും നല്ല ഷവർമ പിടിക്കുന്നതാണ്. താഴേന്ന് കഴിക്കാം. താഴേന്ന് ഇവിടുത്തെ ഷവർമ എന്ന് വെച്ചാൽ വലിയ സാധനമാണ്. നമ്മുടെ കൈയുടെ നീളത്തിൽ പെട്ടെന്ന് ഒഴിക്കണം, അല്ലാതെ കിടക്കാൻ വേണ്ടി പൊട്ടിപ്പോ. കാര്യം എന്താന്ന് തണുപ്പ് കാരണം മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് വയ്യ. ഞാനൊന്ന് പറയുന്നു, നീ ഒന്ന് പറയുന്നു. ഇവിടെ തണുപ്പായതുകൊണ്ട് ഗായ്സ് ഒന്നും പറയണ്ട, നല്ല തണുപ്പാണ്. പക്ഷെ ഈ തണുപ്പൊക്കെ അടിച്ചിട്ട് ഇനി നാട്ടിൽ പോകുമ്പോൾ ചൂടൊക്കെ അടിക്കുമ്പോഴാണ് പണി വാളാൻ വേണ്ടി പോകുന്നത്. ഇവനെ ഈ തണുപ്പടിച്ചിട്ട് ഇനി നാട്ടിൽ പോകുമ്പോൾ ചൂട് വരാൻ നേരത്താണ് പണി വാളാൻ വേണ്ടി പോകുന്നത്. അങ്ങോട്ട് നല്ല ക്ലൈമറ്റ് ആയിരിക്കും. നമ്മുടെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ചൂടിനുണ്ട്, തണുപ്പിനുണ്ട് അല്ലേ? എല്ലാ സെറ്റപ്പും നമ്മുടെ ഇപ്പൊ മുക്കും കുത്തി താഴ്പോയ എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ നേരത്തെ കണ്ട ആ വില്ലേജ്, ആ സംവിധാനങ്ങളൊക്കെയാണ് ആ മേളിൽ കാണുന്നത്. ഇതിൻ്റെ അകത്ത് വില്ലേജ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഹോം സ്റ്റേകളും സംഭവങ്ങളാണ് തോന്നുന്നല്ലേ? പിന്നെ താമസത്തിന് ദബു ആണോ ഇത്? ദബുവിന്റെ പഴയ ട്രക്കാണ് ഈ കാണുന്നത്. ആ ദൈവത്തിനറിയാട്ടോ ദബു ആണോ എന്നുള്ളത്. കുറെ പഴയ വണ്ടികളും കാണാം ഈ ഉള്ള ഏരിയയിലേക്ക് വരാൻ നേരത്തെ. ഇനിയിപ്പം ഇസ്താംബൂളിനോട് അടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മള് മോസ്കോ ഒക്കെ കണ്ടില്ലേ, അതേപോലെ ആയിരിക്കും. മറ്റേ ഇസ്താംബൂളിനോട് അടുത്ത് കഴിഞ്ഞാൽ വലിയ ടൗൺ ആയിരിക്കും അവിടെ. നോക്കൂ, നമ്മൾ അങ്ങനെ ഒരു കിടിലൻ സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങി ചാടിക്കോ. ഓടിക്കോ എൻ്റെ അടുത്ത് ഓടിക്കോ. ഗൈസ് നോക്കൂ, സ്വിറ്റ്സർലൻഡ് ഗൈസ്. സിസി നോക്കൂ. എൻ്റെ പൊന്ന്, ഈ കാണുന്ന വളവ് ഉണ്ടോ? ഈ കാണുന്ന വളവ് വളഞ്ഞാണ് നമ്മൾ കയറി വന്നത്. ഇനിയിപ്പം നമ്മൾ നേരെ താഴോട്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോണ്ടത്. അതുകൊണ്ട് അവിടെ ഒരു കിടിലൻ ഗ്രാമം, ആ ഒരു ഗ്രാമം കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിർത്തിയത് കേട്ടോ. ഇത് നോക്കിയേ, ഇതാണ് നമുക്ക് ഇറങ്ങിപ്പോകണം. ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന ഈ വഴി കൂടെ വേണം നമുക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി. ഇവിടെയൊക്കെ ചെറിയ താഴ്വര പോലത്തെ സംഭവം, നല്ല വെള്ളം വരുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഒരു കിടിലൻ ഗ്രാമം ഗൈസ്. നോക്കൂ, അങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ. ഇത് വീടാ, ഇതിൽ പകുതിയും വീടാണോ ഹോം സ്റ്റേ ആണോ ഉറപ്പാണ്. ഇത് പകുതി ഏറ്റവും കൂടുതൽ വലിയ തലപ്പൊക്കമുള്ള എല്ലാ ഹോം സ്റ്റേ തന്നെയാണ്. ഒരു 200 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള ഭൂപ്രകൃതി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി കിടക്കുന്ന നോക്കിയേ. ഗൈസ്, ഈ രീതിയിലുള്ള ഭൂപ്രകൃതി കഴിഞ്ഞു. പിന്നെ വേറെ ടൈപ്പ് ഭൂപ്രകൃതിയും സംഭവങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ആ രീതിയിലുള്ള കാഴ്ചകളായിരിക്കും ഇനിയും കാണാൻ വേണ്ടി പോകുന്നത്. നല്ല കാറ്റാട്ടോ. എന്നാലും പിന്നെ ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ താഴെ ഇറങ്ങി. മേളിൽ നിന്ന് താഴെ നമ്മൾ വീണ്ടും ആ കടലിൻ്റെ സൈഡിലേക്ക് എത്തും. ഇത് കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയാണ് സുഹൃത്തുക്കളെ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും പെടണ്ട. ഇത് നോക്കിയാൽ പട്ടിയുടെ സിഗ്നലുള്ള ഒരു ഡോഗ് സിഗ്നലുള്ള ഒരു പെട്രോൾ പമ്പ് നോക്കണം. ആദ്യമായിട്ട് കാണുന്നല്ലേ അത്? നമ്മൾ ഒരു വർഷം എണ്ണ അടിച്ചു കേട്ടോ. ഒരു വർഷം എണ്ണ അടിച്ചു. ആണോ? ഷെല്ലിന്റെ എണ്ണ സൂപ്പർ ആട്ടോ. വണ്ടിക്ക് നല്ല പെർഫോമൻസാ
അല്ലടാ? അതുപോലെ വിലയും കൂടുതല, അതും കൂടെ നോക്കണം. സാധാരണ ഗൈസ്, ഈ കയറ്റം കയറി ഇറങ്ങുന്നത് കടലിലേക്കാണ്. എന്താ വ്യൂ, എന്താ രസം, എന്താ സുഖം. ഇപ്പൊ നമ്മൾ ഹൈവേയിലോട്ട് കയറും കേട്ടോ. നാളെ നമ്മൾ ഒരു പൊളിക്കും. നമുക്ക് ഇന്ന് ഇട്ട സ്ഥലത്ത് തന്നെ കൊണ്ടിടാവനെ. അങ്ങ് മേളിൽ കയറണ്ട, നമുക്ക് ആ ടൗണിൽ കൊണ്ടിടാം. അല്ല, ആ പെട്രോൾ പമ്പിൽ തന്നെ കൊണ്ടിടാം. ഒരു കിഡിലും ഹാർബറുകളുണ്ട്. ഇവിടുന്ന് മീൻ മേടിച്ച് കറി വെച്ച് തിന്നണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. വലിയ മീൻ കിട്ടൂല ഇവനെ. കിട്ടൂല എന്നല്ല, കിട്ടണം. ഇവിടെ മറ്റേ എല്ലാ കടലിലും ഉള്ള സാധനം തന്നെയല്ലേ. അവിടെ ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. എവിടെയാണ്? ക്രിക്കറ്റ് അല്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഇവിടെ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യമില്ല, ഇവിടെ ഫുട്ബോളിനാണ് പ്രാധാന്യം. ഓഹോ, അവിടെ വണ്ടി ഉണ്ടോടാ? ഇവിടുത്തെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഇതാണ് എർദോഗൻ കേട്ടോ, ഇവിടുത്തെ പ്രസിഡന്റ്. അതായത് തുർക്കി പ്രസിഡന്റാണ് എർദോഗൻ. പുള്ളിക്കാരൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. ഈ കാണുന്നത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കേട്ടോ. ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫീലിങ്. ഇനി നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും. നാളെ മൊണാസ്ട്രിയാണ്, ഭയങ്കര സംഭവമാണത്, ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് മൊണാസ്ട്രി. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ആ ഒരു തുർക്കിയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഗൈസ് വെള്ളച്ചാട്ടം, അതായത് തുർക്കിയിലെ കുറേ വെള്ളച്ചാട്ടമുണ്ട്, അത് കാണും. അതിന് ശേഷമാണ് നമ്മൾ നേരെ പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഗൈസ്, വഴിയിലെ ഒരു വണ്ടിയുടെ ഏറ് പോയി. അപ്പം ഈ സാധനം വെച്ചിട്ട് ഇത് ചത്ത വണ്ടി പോകുന്നത് നോക്കി. പിന്നെ കാറ്റടിച്ചു കൊടുക്കും കേട്ടോ. 36 പറഞ്ഞു. ഈ ഹൈവേന്റെ അകത്ത് ഇവര് നിൽക്കുമെന്ന് നമ്മൾ തന്നെ ഈ വണ്ടി ആണോ? ഒറ്റ ചാർജ് കിട്ടിയാ ഭാഗ്യം. കയറുമോ? അറിയില്ല, നോക്കാം. നമുക്ക് മാക്സിമം അടിച്ചു നോക്കാം. നമുക്ക് ഈ പണ്ട് പോലെ ഈ സഹായ മനോഭാവം കൂടുതലായതുകൊണ്ട് അല്ല, ഇവര് ഈ ഹൈവേന്റെ അകത്ത് പെട്ടുപോകും. നമ്മൾ തന്നെ ഈ വണ്ടിക്ക് അടിച്ചു കയറണ്ടല്ലോ. അവിടെ നോക്കണം കേട്ടോ. ആ സൈഡ്, ആ ഹൈവേ കൂടെ പിന്നെ പാഞ്ഞ വരുന്ന വണ്ടികൾ ഈ സൈഡല്ലേ. അല്ല, നമ്മൾ മൂക്കും കുത്തി പോവും, പണി പാളും കേട്ടോ. ഇവിടെ ഇരുന്ന് തന്നെ ജയില് പാടാ കേട്ടോ. 100 കേട്ടോ കിലോമീറ്റർ വണ്ടിയുടെ സ്പീഡ്, ഭയങ്കര സ്പീഡാട്ടോ. ഇത് കയറൂല കേട്ടോ. അതിനാ ഇത് കയറൂല. ടൂലസ് അത് അല്ലേ? അതിനാ അറിയത്തില്ല, അറിയത്തില്ല. ഇത് വാടകയ്ക്ക് എടുത്ത വണ്ടിയും കണ്ട ഇവനെ, വാടകയ്ക്ക് എടുത്ത വണ്ടിയും കണ്ട ഇവന് ഇവിടുന്ന് വരുന്നത്. വണ്ടി സ്റ്റെപ്പിന് ഇരുന്നിട്ടാണ് ഈ കിടന്ന് കാണുന്നത്. ഇവരെ വണ്ടി അല്ല ഇവനത്. പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുണ്ടോ പൊട്ടൻ? അവനോട് അവിടെ നിൽക്കാൻ പറയട്ടെ, പറഞ്ഞിട്ടുണ്ട്. അല്ലേ, നമ്മൾ മൂക്കും പൊളിഞ്ഞു പോവും. ഇവിടെ ഇതെന്ന് വെച്ചാൽ പണിയാ കേട്ടോ. നമ്മളെ ഇതേപോലെ സഹായിക്കുന്നതാണ്, അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് വലിയ ട്രക്കുകാരാണ് സാധാരണ ചെയ്തു തരും. നമ്മൾ തണുപ്പത്തൊക്കെ വരാൻ നേരത്ത് അതെ പെട്ടുപോകും. നോക്കില്ല, പണി പാളും കേട്ടോ. എന്താ അമ്മ, ഞാനിവിടെ നിൽക്കാം. നമ്മുടെ വണ്ടിയിൽ എന്നാണ് വെക്കാനുള്ള റിഫ്ലക്ടറൊക്കെ ഇത് എവിടെയാ? ഒരിക്കോ ആ സാധനം എവിടെ കയറ്റും? കൈ മൊത്തം കരിയായി കേട്ടോ ആ വണ്ടിയുടെ. ആ വണ്ടിയുടെ എവിടെ ചാക്കി വെച്ചാലും ചളുങ്ങി പോവാ കേട്ടോ. അതിനാണ് ഇങ്ങനെ കട്ടില്ലാത്ത വണ്ടി. എനിക്കറിയില്ല ഗൈസ്. ഇവിടെ ഹൈവേ കൂടെ നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്ത് നമ്മളൊന്നും വീണ് കിടപ്പൊന്നുമില്ല, നോക്കിയില്ല. നമ്മളൊന്നുമില്ല. ഹൈവേ കൂടെ വണ്ടി ഓടിക്കാൻ നേരത്ത് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ചെയ്ത് കൊടുത്തു കേട്ടോ. പോവാം. ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവുക. അതുകൊണ്ട് ഞാൻ ടയർ മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വശത്ത് കൈ മൊത്തം കരി തുടയ്ക്കണം. ഏതെല്ലാം വണ്ടി അവർക്ക് എടുത്തോണ്ട് വരാൻ പറ്റില്ല, അത് മതി. ഞാൻ കിടക്കുകയൊക്കെ ചെയ്തു. ഞാനും ഒന്ന് കിടന്നായിരുന്നു. ആണോ? ഷിപ്പ് കിടക്കുന്ന നോക്കിയേ ഗൈസ്. അടുത്ത ദിവസം നമ്മളിവിടെ ഒരു ഹാർബർ പിടിക്കാൻ പോകുന്നുണ്ട്. കിടിലനൊരു സംഭവം ആയിരിക്കും അത്. എന്നോ വലിയ ഷിപ്പുകളാണ് നോക്കി. ഇപ്പോൾ ഷിപ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഷിപ്പിനോട് വലിയ പൂതിയൊന്നുമില്ല. പണ്ട് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുറമ്പിൽ മറ്റേ ഇത് കാണുന്നില്ല, കാറുകൾ കാണുന്ന പോലെ. ഒന്ന് ഷിപ്പ് കയറണം. അതെ, ഞങ്ങൾ ഷിപ്പ് യാത്ര നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഒറിജിനൽ ഷവർമ എന്ന് മനസ്സിലായി. ഇത് അവരെ പറ്റിക്കാൻ നോക്കി, അവര് നമ്മളെ പറ്റിച്ചു. വേറെ ടൈപ്പ് സാധനം. 200 രണ്ടെണ്ണത്തിനാ? 400 രൂപ രണ്ടെണ്ണത്തിന്. വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഷവർമ കഴിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പൂതി, ഉപ്പുള്ള മോര്. പിന്നെ ഇതുണ്ടോ, ബീഫിൻ്റെ ഒരു ബർഗർ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് മൊത്തം ബീഫാണോ മട്ടണാണോ? ഇഷ്ടപ്പെടില്ല കേട്ടോ. എല്ലാം കൂടി 240 കൊള്ളൂല. മേടിക്കാൻ നന്നായി. ഇത് വേറെന്താ രുചിയാ? ബീഫല്ല, മട്ടൻ.
ഗൈസ്, തുർക്കിയിലെ ഓരോ ടൗണുകൾ നോക്കിയാൽ ഇഷ്ടംപോലെ വണ്ടികൾ തറവറ കാണുന്ന പാർക്കിങ്ങിൽ ഒതുക്കി. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാണല്ലോ, ഇനിയും വലിയ ഓടേണ്ട കാര്യമാണ്, വലിയ കിലോമീറ്റർ ഇല്ല ഇനിയുള്ള ഞങ്ങളുടെ പിന്നെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ഇവിടെ ഇന്ന് ഒതുക്കാമെന്ന് തീരുമാനിച്ചു. അതായിരിക്കും നല്ലത് അല്ലേടാ? ഇവിടെ തന്നെ ഇടാം, രാവിലെ പമ്പിലോട്ട് പോയാൽ അല്ലേ? ലോറി യെസ് ഗൈസ്, ഇപ്പോൾ ഇവിടെ തന്നെ ഒതുക്കാം കേട്ടോ. നാളെ കാണാം. ഇവിടുന്ന് പോലീസ് പിടിച്ച് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ.